അങ്ങനെ ഒരു പീഡനങ്ങൾ ശരിക്ക് നടക്കുന്നുണ്ടോ എന്നുള്ളത് ഞാൻ പറയില്ല. നടക്കുന്നുണ്ടെന്ന് ഞാൻ പറയില്ല. കാരണം എൻ്റെ അറിവിൽ പീഡനങ്ങളല്ല, രണ്ട് ശരീരങ്ങൾ തമ്മിലാണ് നടന്നിട്ടുള്ളത് പ്രക്രിയ. ഈ രണ്ട് ശരീരങ്ങൾ നടക്കുന്ന പ്രക്രിയ രണ്ടുപേരും എൻജോയ് ചെയ്യുന്നില്ലേ? രണ്ടുപേരും എൻജോയ് ചെയ്യാത്തൊരു കാര്യമാണ് എങ്കിൽ അതൊരു പീഡനം തന്നെയാണ്. അല്ല, ഇത് നിവൃത്തിയില്ലാതെ വഴങ്ങേണ്ടി വന്നു, ബലമായി പിടിച്ചു, അതായത് മുറിയിൽ പൂട്ടിയിട്ടു, ഈ പറഞ്ഞ സിദ്ദീഖിനെതിരെയൊക്കെയുള്ള ആരോപണം അങ്ങനെയാണ്. ആ ഒരു സ്ഥലത്ത് കൊണ്ടുവരുന്ന നിവൃത്തിയില്ലാതെ അവർക്ക് വഴങ്ങേണ്ടി വരുന്ന സാഹചര്യം സമ്മതപൂർവ്വമല്ല. താങ്കൾ സമ്മതത്തോടെയാണെങ്കിൽ താങ്കൾ പറഞ്ഞ അതൊരു ന്യായമുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഒരു ഈ പറഞ്ഞ റേപ്പെന്നോ ബലാത്കാരമെന്നോ എൻ്റെ മുന്നിൽ ഇപ്പോൾ സിദ്ദിഖോ ആ പേരുകളല്ല, ഞാൻ കോമൺ ആയിട്ട് നടന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. എന്തുകൊണ്ട് അവരന്ന് വേണ്ട, പിറ്റേ ദിവസം പറയാലോ. പീഡനവുമായി ബന്ധപ്പെട്ട് കേസ് കൊടുത്തു, ഒരുപാട് കേസുകൾ നമ്മൾ സാറി പറഞ്ഞ കുഞ്ഞാലിക്കുട്ടിയുടെ കേസ്, ഇപ്പം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ ഒരുപാട് പരാതികൾ വന്നു, ലോഹിദാസിനെതിരെ വന്നു, സിനിമാ രംഗത്ത് വിജയബാബുവിനെതിരെ വന്നു. ഇതിനൊക്കെ എന്ത് സംഭവിച്ചു എന്നുള്ളതല്ലേ ഈ കേസുകൾക്കും മറ്റു കാര്യങ്ങൾ എന്ത് സംഭവിച്ചു? ഈ പ്രതികളായ ആളുകൾക്ക് എന്തെങ്കിലും ശിക്ഷ കിട്ടിയോ? ഇരകൾ സമൂഹത്തിൽ നിഷ്കാസിതരായി പോയതിനപ്പുറം എന്ത് സംഭവിച്ചു? അത് കറക്റ്റാണ് ശരിക്കും. അതാ സംഭവിച്ചു. ഇപ്പോൾ വരുമ്പോൾ ഇതിപ്പോൾ വരാൻ കാരണം എന്താ പറയുക, ഈ നടി പീഡന കേസ് മാത്രമാണത്. അതും WCC എന്ന് പറഞ്ഞാൽ കുറച്ച് പേര് ഉണ്ടാക്കിയിട്ടാണത്. അപ്പോൾ WCCക്ക് അവരുടെ കാര്യങ്ങളിലേക്ക് നമ്മൾ ഇടപെടുന്നില്ല. പക്ഷേ അതിന് മുമ്പ് WCC ഉണ്ടാകുന്നതിന് മുമ്പ് ഈ നടി പീഡന കേസ് വാനിഷ് ചെയ്തു പോയല്ലേ ശരിക്കും. മുഖ്യമന്ത്രിയെ ഉന്നതങ്ങളിൽ അവർ തന്നെയാണ് ഇപ്പോൾ, അവർ പ്രതിസ്ഥാനത്ത് വരെ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഒന്ന് ആലോചിക്കണം. അവർ പറഞ്ഞു, മുഖ്യമന്ത്രി പറഞ്ഞെന്താ, അയ്യോ ഈ കേസ് പോയി എന്നറിയില്ലേ. അപ്പോഴാണ് ഇവരെല്ലാവരും കൂടി കുറച്ച് സംഘം കലാകാരികൾ വന്ന് പറഞ്ഞ് ബുദ്ധിമുട്ട്, പിന്നെ വളരെ സ്പീഡപ്പ് ചെയ്തില്ലേ. അതിൻ്റെ ആ സ്പീഡപ്പ് ചെയ്ത് 85 ദിവസം ജയിലിട്ടു. അതിനേക്കാൾ രൂക്ഷമാണ് ഇപ്പോൾ വന്നിരിക്കുന്ന സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ 3 പേരടങ്ങിയ ജസ്റ്റിസ് ഹേമയുണ്ട്, KB വത്സലകുമാരി IAS ഉണ്ട്, ഉർവശി. ഇവരിങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. ഇതൊരു ചെറിയ കേസായിരിക്കും, പക്ഷേ ഇത് എവിടെ കൊണ്ട് അവസാനിപ്പിക്കും? ഉൾപ്പെട്ടിരിക്കുന്നത് വലിയ വലിയ ആൾക്കാരാണെന്ന് ആലോചിക്കണം. ഇത് പൊട്ടിത്തെറി എന്നുള്ളത് നമ്മളിപ്പോൾ വയനാട്ടിലുള്ള ദുരന്തത്തേക്കാൾ വലിയ ദുരന്തമാണെന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞു. അതുമാത്രമല്ല, അതിന് ചില ആൾക്കാരോട് അവർ സൂചനയും നൽകിയെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. നേരത്തെ തന്നെ ആ സൂചന അറിഞ്ഞതിൻ്റെ പേരിലാണ് ഇത് നീട്ടിക്കൊണ്ടുപോയി. 1.5 വർഷം എടുത്തു. ഈ 1.5 വർഷം ഇവർ എടുത്തെങ്കിലും 1.5 വർഷം മറ്റുള്ളവർ ഇതെങ്ങനെ അവസാനിപ്പിക്കണം, വരാതിരിക്കാൻ മാത്രമല്ല, ഈ ആളെ അറിഞ്ഞതിൻ്റെ പേരിൽ സാമ്പത്തിക ഇടപാട് നടന്നു എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതായത് ഒരു ഭാഗത്ത് നിങ്ങളുടെ പേരല്ലേ, അത് വരില്ല, ഈ റിപ്പോർട്ടും വരില്ല, പക്ഷെ പകരം ആരൊക്കെയോ ചേർന്ന് കാശുകളും വാങ്ങി എന്ന് പറയുന്നുണ്ടെന്ന് ആലോചിക്കണം. സർ, ഇതൊരു വലിയ ഇൻഡസ്ട്രി കൂടിയാണ്. വലിയ ഇൻഡസ്ട്രിയാണ്, ഒരുപാട് ആളുകൾ ജീവിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്, ഒരു വ്യവസായമാണ്. അതായത് ഇപ്പോൾ ഈ അമ്മയുടെ ഒരു താരനിശ്ചയമൊക്കെ ഇപ്പോൾ ഏതാണ്ട് ഇപ്പം കഴിഞ്ഞിട്ടൊരു സമയം കൂടിയാണ്. അത് ടെലികാസ്റ്റ് ചെയ്യാനൊക്കെ പോകുന്നില്ല. അതിൻ്റെ അവസ്ഥ എന്താ നമുക്ക് കണ്ടറിയണം. അതല്ല, ഈ വ്യവസായത്തെ പൂർണ്ണമായും ഇപ്പോൾ ഈ നടന്മാരുടെയൊക്കെ വിഗ്രഹങ്ങൾ അങ്ങോട്ട് ഉടഞ്ഞു വീഴുമ്പോൾ ഇവരുടെ സിനിമകൾ കാണാൻ ഇനി ആളുകൾ എങ്ങനെ പോകും എന്നൊരു വലിയ പ്രശ്നമുണ്ട്. ദിലീപിൻ്റെ അവസ്ഥ നമുക്കറിയാം. ഞാൻ മനസ്സിലാക്കിയത് ദിലീപിൻ്റെ അവസാനത്തെ 3 സിനിമകൾക്കും OTT പോലും വിറ്റുപോയിട്ടില്ല എന്നുള്ളതാണ്. ആ ഒരു ദിലീപിൻ്റെ സിനിമകൾ തുടർച്ചയായി തിയേറ്ററുകളിൽ പരാജയപ്പെടുന്നു. അത് ഈ കേസ് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. സ്ത്രീകളുടെ വൈകാരികമായ വലിയ വിഷയം, സ്ത്രീകൾ ദിലീപിനെ കാണാൻ തിയേറ്ററിൽ പോകുന്നില്ല എന്നൊരു പ്രശ്നം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ പരിമിതമായ അറിവാണ് സർ. അപ്പോൾ ഇങ്ങനെ തുടർച്ചയായി നമ്മുടെ ഈ മുഖ്യധാര നടന്മാർ ആരോപണത്തിൽ പെടുകയും ഇവരുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ പ്രചരിക്കുകയും ചെയ്താൽ ആ ഇൻഡസ്ട്രി തന്നെ ഇല്ലാതാകുന്നൊരു പശ്ചാത്തലമാണല്ലേ? ഇൻഡസ്ട്രി ഇല്ലാതാകുമെന്ന് പറയുമ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ സിനിമയുടെ കാര്യം പറയുമ്പോൾ സിനിമ ആരുടെ പേരിൽ അറിയപ്പെട്ടിരുന്നു? ഇവിടെ പ്രധാനപ്പെട്ട ബാനറുകളുണ്ടായിരുന്നു. മഞ്ഞിലാസ്, ഉദയ, മെരിലാൻഡ്, സെഞ്ചുറി, സെൻട്രൽ, അങ്ങനെ അറിയപ്പെട്ടിരുന്നേ. ഹരിഹരൻ സിനിമ, ഭരതൻ സിനിമ, ജോഷി സിനിമ, അങ്ങനെ അറിയപ്പെട്ടിരുന്നേ. ഒരിക്കലും ഒരു നടൻ്റെ പേരിൽ ഇവിടെ സിനിമ അറിയപ്പെട്ടിട്ടില്ല എന്നാലോചിക്കണം. നിങ്ങൾ എത്ര വലിയ സൂപ്പർ നടനായാലും റോളുണ്ട്, വരൂ, അഭിനയിക്കൂ, കാശ് മേടിക്കൂ, പോകൂ, ആ രീതിയായിരുന്നില്ലേ ഇവിടെ? എന്ന് ഈ താരങ്ങൾ, നടന്മാർ ഈ സിനിമയിൽ കൈ കടത്തി തുടങ്ങിയോ അന്ന് സിനിമയുടെ നാശം തുടങ്ങിയെന്ന പക്ഷക്കാരനാണ് ഞാനിത് വെറുതെ പറഞ്ഞു. ഞാനിവിടെ ജോലി ചെയ്യുമ്പോൾ തന്നെ അവരൊക്കെ ഇൻ്റർവ്യൂവിന് വിളിച്ചാൽ അവർ അഹങ്കാരം കാണിക്കണം എന്നല്ലേ. ചെറിയൊരു ഭാഗം മാത്രമേ കടിച്ചിട്ടുള്ളൂ, വലുപ്പം കെടുക്കാണത്, അത് പുറത്ത് വരില്ല, അത് വരാൻ പറ്റില്ല എന്നാലോചിക്കണം. അപ്പോൾ ഇവരെ ആദ്യം ചെയ്യേണ്ടത് ഇവരുടെ ഏകാധിപത്യം ആദ്യം പൊളിക്കണമെന്നുള്ളതാണ് സിനിമയുടെ. മറ്റൊന്ന്, ഒരു ഏറ്റവും ബോറായിട്ടുള്ള കാരവൻ സംസ്കാരം വന്നിട്ടുണ്ട് ഇവിടെ ആലോചിക്കണം. ഈ കാരവൻ സംസ്കാരം എന്ന് പറഞ്ഞാൽ കാരവന് ഉള്ളിലാണ്
സിനിമയ്ക്കുള്ളിലെ കളികളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ താങ്കൾക്കോ എനിക്കോ ധൈര്യം ഒരു ആർട്ടിസ്റ്റിനെ കാണാൻ കയറി ചെല്ലാൻ പറ്റില്ല. അതിന് ശരിക്ക് നമ്മളൊക്കെ കൂട്ടിക്കൊടുപ്പുകാരെന്ന് പറഞ്ഞ വാക്കുണ്ട്. ഈ കാരവന് കാവൽ നിൽക്കും കുറച്ച് പേര്. കാവൽ അതുപോലെ ആരെങ്കിലും അവിടെ അടിക്കാൻ കഴിക്കില്ലല്ലോ. കാവലിന് കാവൽ നിൽക്കുന്നതാ അതിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ആരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആരെ സംരക്ഷിക്കുന്നത്? ഗവൺമെൻറ് ഇതിൻ്റെ രണ്ടാം ഭാഗം ഇതിൻ്റെ രണ്ടാം ഭാഗം പുറത്തു വിട്ടിട്ടില്ല. ഈ രണ്ടാം ഭാഗത്തിലാണ് ഈ മാന്യമഹാന്മാരുടെ പേരുകളുള്ളതെന്ന് ആലോചിക്കണം. ഈ നിധി പേടകം എന്നൊക്കെ പറയില്ലേ, ആ നിധി പേടകത്തിലാണ് ഈ വമ്പന്മാരുടെ പേരുകളുള്ളത്. ഈ പേരുകൾ പുറത്തു വിട്ടാൽ സിനിമയ്ക്ക് മാത്രമല്ല കോട്ടം, സത്യപ്രതിജ്ഞ ചെയ്ത ആൾക്കാർക്കും ദോഷമുണ്ടെന്ന് ആലോചിക്കണം. പണ്ട് കാലം മുതലേ ഈ സിനിമയിൽ ഇതൊക്കെ പതിവാണ്. പതിവാണെന്ന് പറഞ്ഞാല് ഈ നമ്മളെ ഈ വലിയ വിഗ്രഹങ്ങളായി നമ്മുടെ മുന്നിൽ നിൽക്കുന്ന നടന്മാരും ഒക്കെ ഇതിന്റെ പുറകെ ആയിരുന്നു. പതിവെന്ന് പറഞ്ഞാൽ ഞാൻ പറയട്ടെ, ഇതിൽ ഒരാൾ അങ്ങോട്ട് ചെന്ന് പോകേണ്ട ആവശ്യമില്ല. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് സിനിമയിൽ ഈ പെൺകുട്ടിയുടെ കൂടെ വരുന്ന ആരാ? അച്ഛനാണോ അമ്മയാണോ? സ്ത്രീയാണോ പുരുഷനാണോ കൂടെ വരുന്നത്? സ്ത്രീയായിരിക്കും. അവരാണ് മുൻകൈ എടുക്കുന്ന ആലോചിക്കണം. എൻ്റെ അനുഭവത്തിൽ കാഴ്ചപ്പാടിൽ ഇവരാണ് ഈ പെൺകുട്ടിയെ കൊണ്ടുപോയിട്ട് കൊടുക്കുന്നതെന്ന് ആലോചിക്കണം. കൊടുക്കുന്നത് എന്തിനാ? പ്രലോഭനം കൊണ്ട്. അത് ശരിയാണത്. ഈ കുട്ടി നായികയായി വരുന്നു, ലക്ഷങ്ങൾ കിട്ടുന്നു, സിനിമ ധാരാളം കിട്ടുന്നു, ബഹുഭാഷയിൽ പോകുന്നു, മറ്റു നടിമാരുടെ വളർച്ച ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ ഞാൻ അവിടെ മദ്രാസിലുള്ളപ്പോൾ ഞങ്ങൾ താമസിച്ച ഹോട്ടലിലേക്ക് ഈ കൊല്ലത്തു നിന്നൊരു അമ്മയും വരുന്നു. അന്ന് ഭാഗ്യരാജിൻ്റെ ധാവണിക്കനവുകൾ ഷൂട്ടിങ് നടക്കുന്നൊരു സമയമാണ്. അതിലാണ് അഭിനയിക്കാൻ വന്നത്. അപ്പം ഞാൻ ചോദിച്ചു നാട്ടിൽ നിന്ന് പറഞ്ഞപ്പോൾ, അല്ല നിങ്ങൾ ഈ സിനിമയൊക്കെ അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണോ വന്നിരിക്കുന്നത്? അറിഞ്ഞിട്ടാണ്. അപ്പോൾ അവർ സാറേ ഞങ്ങളെല്ലാം അറിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. അതിനെന്താ സാറേ പ്രശ്നമുള്ളത്? ഇത് അഴുക്ക് പിടിച്ചിരിക്കണമെന്നല്ല, ഇതൊന്ന് കുളിച്ചാൽ പോകുന്നതല്ലേ. ഞാൻ ഞെട്ടി ഒന്നും മിണ്ടില്ല. കാരണം കാശ് കിട്ടും, പേര് കിട്ടും. രക്ഷപ്പെട്ടോ? എവിടെ രക്ഷപ്പെട്ടു? അതിൽ അഭിനയിച്ചു വെച്ചാൽ ചെറിയൊരു സീനിൽ മാത്രം മറിഞ്ഞു പോയി. ഇപ്പോൾ എന്താണെന്ന് അറിയില്ല. അല്ല, ഇത് ഒരാളുടെ മാത്രമല്ല, ഇങ്ങനെ എത്രയോ പേരുണ്ടെന്ന് അറിയിക്കണം. മറ്റൊന്ന് നമ്മൾ